നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ആലുവയിൽ സംഘടിപ്പിച്ച സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS റാങ്ക് ജേതാക്കളെ ആദരിച്ചു. മന്ത്രി രാജ അടക്കമുള്ള ആളുകളും അല്ലെങ്കിൽ BS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഞങ്ങളാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ചെന്ന് എല്ലാ കാര്യങ്ങൾ തീരുമാനിച്ചതെന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയത് വളരെ ബോധപൂർവമാണ്. അപ്പോൾ ഇത് അലങ്കോലപ്പെടുത്താൻ മുൻകൈ എടുക്കുകയും ചെയ്യുക, അതേസമയത്ത് തന്നെ അലങ്കോലപ്പെടുത്തിയതിനെ ശരിയാക്കാൻ വരുന്ന ആളായിട്ട് സ്ഥാനാർത്ഥിയെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിക്കുക, എന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന വളരെ തരം താന്ന നടപടികൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണം. അത് സംബന്ധിച്ച് ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്, എങ്ങനെ നടന്നിരിക്കുന്നുള്ള കാര്യം അറിയണം. തൃശൂർ പൂരം കലക്കിയത് ആരാണെന്ന കാര്യം പുറത്തു വരണമെന്ന നിർബന്ധം തനിക്കുണ്ടെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ഇനി വിശദമായ വാർത്തകളിലേക്ക്. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ആലുവയിൽ സംഘടിപ്പിച്ച സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. EMS പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. 100 വർഷം മുമ്പ് നടന്ന ആലുവ സർവമത മഹാസമ്മേളനവും അതുയർത്തിയ മൂല്യങ്ങളും ഇന്ന് പ്രസക്തമായി നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈക്കം സത്യാഗ്രഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മൂല്യവത്തായ മുന്നേറ്റം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒന്നായിരുന്നില്ല. മനുഷ്യരും തമ്മിൽ സാഹോദര്യം ഉദിക്കുവാൻ വേണ്ടി നടത്തപ്പെട്ട ഒരു ചരിത്രപരമായ ഇടപെടലായിരുന്നു വൈക്കത്തേത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥർ ആ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്. അന്ന് നിലനിന്ന സാമൂഹ്യാവസ്ഥയുടെ തിക്തഫലം അനുഭവിച്ച ജാതിയിൽപ്പെട്ടവർ തങ്ങളുടേതായ തലത്തിൽ വേർതിരിഞ്ഞ് നടത്തിയ അവകാശ പോരാട്ടമല്ല, മറിച്ച് എല്ലാ ജാതിയിലും പെട്ട ഉൽപ്പതിഷ്ണുക്കൾ ചേർന്ന് നടത്തിയതാണ് വൈക്കം സത്യാഗ്രഹം. എന്നാൽ അതിനപ്പുറം ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് വേണ്ട സിഖ് മതത്തിൽപ്പെട്ട പുരോഗമന ചിന്താഗതിക്കാരുടെ പോലും പിന്തുണ അതിനുണ്ടായി. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ രാജ്യത്തുണ്ടാകുന്നു. ചില പ്രത്യേക മതവിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ക്രിമിനൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളും ദളിതരും മുൻപെങ്ങും ഇല്ലാത്ത വിധം ആക്രമിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ച പ്രതിലോമകരമായ ആശയങ്ങളേവ, അതിനെതിരെ പോരാടിയവരാര്, ആ പോരാട്ടങ്ങളെ ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചതാര് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ആ ബോധ്യം ഉണ്ടാവുന്നതിനു കൂടി സഹായകമാവും ആലുവ സർവമത സമ്മേളനത്തിൻ്റെ സത്യയെക്കുറിച്ച് പഠിക്കൽ. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് EMS പഠന കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാർ ആലുവ അദ്വൈതാശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സമ്മേളനത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ശതാബ്ദി ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നത്. സകല മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന സന്ദേശമാണ് സമ്മേളനം മുന്നോട്ട് വച്ചത്. അത് മതങ്ങൾക്ക് പരസ്പരം പൊരുതി ഒടുക്കാനാവില്ല എന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യരക്തമൊഴുകുന്ന കാലമാണിത്. അതിരൂക്ഷമായ വംശീയാക്രമണങ്ങളിൽ ജനതതികൾ തന്നെ തുടച്ചു നീക്കപ്പെടുന്നു. ഇത് ഗാസ മുനമ്പിലടക്കം നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും പൊള്ളിക്കുന്നു. ഈ ഘട്ടത്തിലാണ് പല മതസാരവും ഏകമെന്ന ഗുരുവാക്യവും ആലുവയിലെ സർവമത സമ്മേളന സന്ദേശവും പ്രസക്തമാക്കുന്നത്. EMS പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ CN മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MK സാനു, ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത, സ്വാമി ധർമ്മചൈതന്യ, EMS പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി ദിനേശ് മണി, ഡയറക്ടർ CB ദേവദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS റാങ്ക് ജേതാക്കളെ ആദരിച്ചു. മന്ത്രി P പ്രസാദ്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് ആദരവ് നൽകിയത്. ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ റാങ്ക് ജേതാക്കളെ ആദരിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് MBBS പരീക്ഷയിൽ ഈ വർഷം 1ാം റാങ്ക് നേടിയ ഡോക്ടർ അമൃത കൃഷ്ണ ജെ, മുൻവർഷ റാങ്ക് ജേതാക്കളായ ഡോക്ടർ ശ്രീവിദ്യ സുരേഷ്, ഡോക്ടർ അഷിമ R ചന്ദ്രൻ, ഡോക്ടർ റെനി ബെന്നി എന്നിവർ മന്ത്രിമാരിൽ നിന്നും ആദരം ഏറ്റുവാങ്ങി. മന്ത്രി P പ്രസാദ്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ,
മുൻമന്ത്രി VS സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് ആദരവ് നൽകിയത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉണ്ടായത്. ഗുരുദേവ ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ചും ഇവിടെ പറയുകയുണ്ടായി. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് ഡോക്ടർ പൽപ്പു ആണെന്ന് നമുക്കെല്ലാം അറിയാം. ഒരു ഡോക്ടറിൽ നിന്നാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമുണ്ടായത് എന്നുള്ളതും ഇന്ന് ആ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അതിഗംഭീരമായ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും പ്രത്യേകതകൾ നിറഞ്ഞൊരു കാര്യമായി ഞാൻ കണക്കാക്കുകയാണ്. അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാൻ പോകുന്നുവെന്നും വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നിടത്ത് നിന്ന് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ദൈവം എന്നവർ വിളിക്കും. ആ ദൈവം എന്താണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിനകത്ത് പറയുന്നുണ്ട്. ദയാസിന്ധോ എന്നാണ് ദൈവത്തെ. ദയാസിന്ധോ ജയിക്കുക എന്നാണ്. ദീനാവനപരായണ എന്നാണ് ആ ദൈവത്തിനോടത്തെ വിശേഷണം. ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല, തരുന്നതാണ് ദൈവം എന്നാണ്. നമ്മളെല്ലാം ദൈവത്തോട് ചോദിക്കണം, എല്ലാം തരണേ എന്ന് പറയുന്നിടത്ത് ദൈവദശകം ചൊല്ലിക്കൊണ്ടാണ് ഈ മനോഹരമായ ചടങ്ങ് തുടങ്ങിയത്. ആ ദൈവദശകത്തിൽ ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിശേഷണങ്ങൾക്കകത്ത് ദീനാവനപരായണൻ എന്നും ദയാസിന്ധോ, ആ നീ ജയിക്കണം എന്നാണ്. ആ ദയാസിന്ധു ആണ്, അതാണ് ദൈവം എന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഈ ഉന്നതമായ വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടി നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന രോഗികൾ എന്ന് പറയുന്നവരിൽ നിന്ന് ആ രോഗികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിലൊരു ദീനാവനപരായണനെ ദയാസിന്ധുവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം മറ്റ് വിജയങ്ങൾ വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാൻ കഴിയും. രോഗം ഇല്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല ആരോഗ്യത്തിന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചും പറഞ്ഞു പോകാൻ ഒരുമ്പെടുകയല്ല. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളത് ഒന്ന് കൈകോർക്കേണ്ടി വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ അത് ആരോഗ്യവും പരിസ്ഥിതിയുമായിട്ടായിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ, ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ, സെക്രട്ടറി സുധാകരൻ പോളശ്ശേരി, ട്രഷറർ സജീവ് ബാബു കൊമ്പാറ, ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ പ്രദീപ് കുമാർ തങ്കപ്പൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ഫ്രാൻസിസ്, പ്രിൻസിപ്പൽ ഓഫ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലെ പ്രൊഫസർ ഡോക്ടർ പ്രതാപ് സോമനാഥ്, പറവൂർ താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആഷ കെ ജോൺ, IMA കേരള സ്റ്റേറ്റ് എലക്ട് ഡോക്ടർ ശ്രീവത്സൻ, പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു, കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സർവകലാശാലയിലെ ടോപ്പർമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ സ്ഥാപനം വളർന്നിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അമൃതകൃഷ്ണ പറഞ്ഞത് എനിക്ക് തെളിച്ചവും വെളിച്ചവും കിട്ടിയത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ശ്രീവിദ്യ സുരേഷ് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഇവിടെ അധ്യാപികയായെങ്കിലും ഞാനൊരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്നാണ്. അതോടൊപ്പം നമ്മുടെ ഡോക്ടർ അഷിമ പറഞ്ഞത് മെഡിക്കൽ എത്തിക്സും പേഷ്യൻസിനോട് കാണിക്കേണ്ട കമ്പാഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വാല്യൂസൊക്കെ എനിക്ക് കിട്ടിയത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. വാസ്തവത്തിൽ ഇവരെല്ലാവരും പ്രകടിപ്പിച്ചത് വിദ്യാഭ്യാസത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയെന്നാണ്. തൃശൂർ പൂരം കലക്കിയത് ആരാണെന്ന കാര്യം പുറത്തു വരണമെന്ന നിർബന്ധം എനിക്കുണ്ടെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ചാലാക്ക മെഡിക്കൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ആരായിരുന്നുവെന്നും എന്തായിരുന്നു അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നും അറിയേണ്ടതുണ്ടെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ചാലാക്ക മെഡിക്കൽ കോളേജിൽ റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞത്. അവിടെ പോലീസുമായിട്ട് സംഘർഷമുണ്ടായതിനെ തുടർന്ന് BJP RSS പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തിയ സന്ദർഭം അവിടെ. അപ്പം ആ സമയത്ത് മന്ത്രി രാജനടക്കം ഞങ്ങൾക്ക് അവിടെ വരാൻ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ മന്ത്രിക്ക് നൽകിയ ഡയറക്ഷൻ അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചത് ഇപ്പോൾ അവിടേക്ക് നേരിട്ട് വന്നാൽ അവിടെ സംഘർഷം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് പോലീസും കലക്ടറും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് അദ്ദേഹത്തോട് ഉറപ്പ് കൊടുത്തു. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുമ്പോൾ മന്ത്രി രാജനും അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഞാനൊന്നും അവിടേക്ക് വന്നില്ല, BJPയുടെ സ്ഥാനാർത്ഥി മാത്രമേ എത്തിയുള്ളൂ എന്ന ഒരു പ്രചരണം വ്യാജമായ കാലഘട്ടത്തിൽ നടത്തുന്നു. സത്യത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
അവിടെ നടക്കുമ്പോൾ അവിടെ ഈ പിന്നെ ചർച്ചയ്ക്ക് വേണ്ടി കലക്ടറും അതുപോലെ പിന്നെ പോലീസും ദേവസ്വം പ്രസിഡന്റും ഇവരെ വിളിച്ചു വരുമ്പോൾ RSSന്റെ ആളുകളും BJP പ്രകടനമായിട്ടാണ് ആ ശ്രീമൂല സ്ഥാനത്തേക്ക് കടന്നു വന്നത്. അവിടെ അകത്ത് ചർച്ച നടക്കുമ്പോൾ അവർ പുറത്ത് നാമജപ പരിപാടി നടത്തിയിരുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. മാത്രമല്ല ആ ചർച്ചയിൽ വെച്ച് പൂരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ മീറ്റിംഗ് കൂടുമ്പോൾ ഇവർ മാത്രം തീരുമാനിച്ചാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി RSSന്റെ BJPയുടെ പ്രവർത്തകന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ പൂരത്തിൻ്റെ തീരുമാനങ്ങൾ അനുസൃതമായി മുന്നോട്ട് പോകാനുള്ള ആവശ്യത്തിലാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ പൂരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പരമാവധി പൂരം ഭംഗിയായി നടത്താൻ ശ്രമിച്ചവരാണ്. മുടക്കം കൂടാതെ പൂരം നടത്താൻ വേണ്ടി പെടാപ്പാട് പെട്ടവരാണ്. മാത്രമല്ല രണ്ടാമത് ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ തന്നെ നേരിട്ട് പോയി തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് സുന്ദർ മേനോനെയും ഗിരീഷിനെയും വിളിച്ച് വീണ്ടും മന്ത്രി രാജൻ്റെ അടുത്ത് വന്ന് ഈ ചർച്ച നടത്തി വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുന്ന തന്നെയാണ്. മന്ത്രിയുടെ ഒരു ഒരു പരിമിതി എന്തായിരുന്നു വെച്ചാൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന സമയമാണ്. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുമ്പോൾ നേരിട്ട് ഇടപെടുന്നതിൽ ചില നിയമപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ സംഘർഷം ഉണ്ടെന്നുള്ളത് കൊണ്ട് മന്ത്രി അങ്ങോട്ട് വരേണ്ടതില്ല, അവിടെ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള പിന്നെ മുന്നറിയിപ്പ് മന്ത്രിക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ത്രിക്ക് അവിടെ വന്ന് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അവിടെ സംഘർഷം ഉണ്ടാക്കാൻ അവർ ഒരുപക്ഷെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആവില്ലേ. മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഗതി ഡൈവേർട്ട് ചെയ്ത് പോകും. അത് പക്വതയോട് കൂടിയ കാലത്തെ കൈകാര്യം ചെയ്താണ് മന്ത്രി രാജനടക്കമുള്ളതെന്ന് ഞങ്ങൾ അവിടെ ചെയ്തത്. പക്ഷെ ആ സമയത്ത് ആ മീറ്റിംഗ് കൊണ്ടുപോയി അവിടേക്ക് NDA സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ആംബുലൻസിൽ കൊണ്ടുവരികയും പ്രശ്നങ്ങൾ വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുകയൊക്കെ ചെയ്തതിന് പിന്നിൽ ആരുടെ താല്പര്യമാണ്? അപ്പോൾ പൂരം ഒരു പിന്നെ അലങ്കോലപ്പെടുന്ന കലാശിക്കുന്നതും ഇങ്ങനെ ഈ രീതിയിലേക്ക് അതിനെ മാറ്റി തീർക്കുന്നതിലും വ്യക്തമായ ആസൂത്രണം ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം ഈ സംഭവങ്ങളൊക്കെയാണ്. ഈ സംഭവങ്ങളൊക്കെ അവിടെ കണ്ടവരും മനസ്സിലാക്കിയവരാണ് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങളാരും പൂരം നടക്കുന്ന ദിവസങ്ങളാരും വീട്ടിലായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? മന്ത്രി രാജ അടക്കമുള്ള ആളുകളും അല്ലെങ്കിൽ BS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ വീട്ടിൽ പോയി ഇരിക്കുകയായിരുന്നു, ഞങ്ങളാരും സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞങ്ങളാണ് ചെന്ന് എല്ലാ കാര്യങ്ങൾ തീരുമാനിച്ചതെന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയത് വളരെ ബോധപൂർവമാണ്. അപ്പോൾ ഇത് അലങ്കോലപ്പെടുത്താൻ മുൻകൈ എടുക്കുകയും ചെയ്യുക, അതേസമയത്ത് തന്നെ അലങ്കോലപ്പെടുത്തിയതിനെ ശരിയാക്കാൻ വരുന്ന ആളായിട്ട് സ്ഥാനാർത്ഥിയെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിക്കുക, എന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന വളരെ തരം താന്ന നടപടികളവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണം. അത് സംബന്ധിച്ച് ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്, എങ്ങനെ നടന്നിരിക്കുന്ന കാര്യം അറിയണം. അതല്ലാതെ മറ്റു കാര്യ രീതിയിലേക്ക് ഈ കാര്യങ്ങളെ ചർച്ച ചെയ്ത് തിരിച്ചുവിടാനൊന്നും എനിക്ക് താല്പര്യം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തൃശ്ശൂർ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു, ആരാണ് അതിൻ്റെ പിന്നിൽ, എന്താണ് ഇന്ന് രാഷ്ട്രീയ ലക്ഷ്യം, ഇതിൻ്റെ പിന്നിൽ കൂടുതൽ എന്താണ് പുറത്തു വരണമെന്ന് മാത്രമേ നിർബന്ധം എന്നെ സംബന്ധിച്ചുള്ളൂ. കരിയാട് ഫ്രാങ്കോ ഡിജിറ്റൽ സ്റ്റുഡിയോ ഒരുക്കിയ എൻ്റെ പൊന്നോണം കുടുംബ ഫോട്ടോ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അൻവർ സാദത്ത് MLA വിതരണം ചെയ്തു. കരിയാട് ഫ്രാങ്കോ ഡിജിറ്റൽ സ്റ്റുഡിയോ ഒരുക്കിയ എൻ്റെ പൊന്നോണം കുടുംബ ഫോട്ടോ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് അൻവർ സാദത്ത് MLA വിതരണം ചെയ്തത്. ഒന്നാം സമ്മാനമായ 3001 രൂപ അനിൽ കളരിക്കലും, രണ്ടാം സമ്മാനം സിദോ തോമസും മനു സദാനന്ദനും പങ്കിട്ടു. UK-യിൽ നിന്നും മത്സരിച്ച സജി ഏലിയാസും ബിജു ഗർവാസിസും മൂന്നാം സമ്മാനം പങ്കുവച്ചു. 11 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ബിജു പൊയ്ക്കാട്ടുശ്ശേരി, PP ഐസക്, അശോകൻ പറമ്പിൽ, വിനില അനിൽ, ഷിബു ജോസഫ്, ഷിജു സുമി, സുധാകർ, നോമി ബിബിൻ, PK കമലം ടീച്ചർ, ജോയ് ജോസഫ്, ഷാബു വർഗീസ്, അരുൺ ഈരാളി തുടങ്ങിയവർക്കാണ് മറ്റ് സമ്മാനങ്ങൾ ലഭിച്ചത്. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽ, വാർഡ് മെമ്പർ PV തോമസ്, ബാബു കരിയാട്, ഷൈജൻ P പോൾ, KJ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. നമസ്കാരം. കരിയാടിന്റെ ഹൃദയഭാഗമായ സ്റ്റുഡിയോ നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രാങ്കോ സ്റ്റുഡിയോ. നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്ത് ഫ്രാൻസിസും സഹപ്രവർത്തകരുമാണ് ആ സ്റ്റുഡിയോ മുന്നോട്ട് പോകുന്നത്. ഒരു ജനകീയ ഒരു സ്റ്റുഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണുന്നത്. അതിന് നമുക്കറിയാം, ഓണം ആണ്. ഓണം എന്ന് പറയുമ്പോൾ മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഓണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ പൂക്കളം ഇടുക. അപ്പോൾ എൻ്റെ പൊന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചു. അതിലെല്ലാവരും മക്കളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിദേശത്തുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളും ഏകദേശം 80-ഓളം പങ്കെടുത്തു. അതിൽ നിന്ന്
വിജയിച്ച ആ അവരുടെ കുടുംബമായിട്ടാണ് ഇതിൽ പങ്കെടുത്തത്. അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഓണം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ വലിയൊരു ആവേശമാണ്. മലയാളി എന്നും നെഞ്ചിലെത്തുന്ന ഒരു ഉത്സവമാണ്. ഈ ഓണത്തിന് പ്രധാന ഒരു ഘടകമാണ് നമ്മൾ പൂക്കള മത്സരം. ആ പൂക്കള മത്സരത്തിൽ പങ്കാളിയെ എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, കരിയാടിൻ്റെ ആ നാടിൻ്റെ ജനകീയ സ്റ്റുഡിയോ ആയ ഫ്രാൻകോ ഡിജിറ്റൽ സ്റ്റുഡിയോ ഈ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ എൻ്റെ പൊന്നോണം കുടുംബ ഫോട്ടോ മത്സരത്തിൻ്റെ സമ്മാനം വിതരണമാണ് ഈ വേദിയിൽ നടത്തപ്പെടുന്നത്. തങ്ങളുടെ വീടുമുറ്റങ്ങളിൽ ഒരുക്കിയ പൂക്കളങ്ങളിൽ പൂക്കളത്തിന് സമീപം കുടുംബാംഗങ്ങളോടൊപ്പം അവർ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് അയക്കേണ്ടിയിരുന്നത്. ഈ മത്സരത്തിൽ വിദേശത്ത് നിന്നടക്കം 80ഓളം ഫോട്ടോകളാണ് നമുക്ക് ലഭിച്ചത്. അതിൽ നിന്ന് ഏറ്റവും മികച്ച ഫോട്ടോ നൽകിയിരിക്കുന്ന മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ആലുവയിൽ സംഘടിപ്പിച്ച സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS റാങ്ക് ജേതാക്കളെ ആദരിച്ചു. തൃശൂർ പൂരം കലക്കിയത് ആരാണെന്ന കാര്യം പുറത്തു വരണമെന്ന നിർബന്ധം തനിക്കുണ്ടെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.